ഹായ് ഓൾ. കുറേ ദിവസമായി വ്ലോഗ് ചെയ്തിട്ട് ഇപ്പോഴും എൻ്റെ സൗണ്ട് ഓക്കെ ആയിട്ടില്ല. കുറച്ച് സിക്കായിട്ടിരിക്കുമായിരുന്നു. പിന്നെ 22 ജൂൺ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഫങ്ഷനായിരുന്നു വീട്ടിൽ. ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങളൊരു അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്സാണ്, ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുള്ളൂ. അതെല്ലാം കൂടിയാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോൻ്റെ 5th ബർത്ത്ഡേ ആയിരുന്നു. ഒരു 5 ഇയേഴ്സ് എങ്ങനെ പോയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇപ്പോഴും അവനെ ഞാൻ പ്രസവിച്ച ആ ഡെലിവറി ഡേ ആണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഇപ്പം ഞങ്ങൾ ബർത്ത്ഡേയിൽ ഒരാളും കൂടി ഉണ്ട്, നെയ്ഹ, മോള് കൂടിയുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോനാണ്. ഇവർ രണ്ടുപേരും സെയിം ഏജാണ്. ആ മോൻ്റെ ബർത്ത്ഡേ April 7 അവന് 5 ഇയേഴ്സായി. അപ്പോൾ ഇവർ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പണ്ടടിയായിരുന്നു, പക്ഷേ ഇപ്പം നല്ല സ്നേഹമാണ് രണ്ടുപേരും. കുറച്ച് വലുതാകുമ്പോൾ പിള്ളേരൊക്കെ മാറുമല്ലേ. അപ്പോൾ ഞങ്ങളിതേ ബാർബിക്യൂ നേഷനിലാണ് വന്നത് ഫുഡ് കഴിക്കാൻ. ഇവിടെ ഞങ്ങളിടയ്ക്ക് വരാറുണ്ട്. നല്ല ഫുഡാണ്, നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് അവരുടെ. അപ്പോൾ ഞാൻ എന്തോ ഒരു കേട് വെച്ചിട്ടുള്ള എന്തോ ഒരു പാനിപൂരി പോലെ എന്തോ ഒരു ഐറ്റം അവർ തന്നത് ഞാൻ ടേസ്റ്റ് ചെയ്യുവാണ്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇവിടുത്തെ എല്ലാ ഡിഷും നല്ലതാണ്, ഒന്നും നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. എല്ലാം നല്ല ടേസ്റ്റാണ്. പിന്നെ ഡെസേർട്ട്സ് ഒന്നും പറയേ വേണ്ട, അടിപൊളിയാണ്. നമുക്ക് ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇതൊരു ബുഫേ സ്റ്റൈലാണെങ്കിലും നമുക്ക് ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. കാര്യം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മടുപ്പ് തോന്നും. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഞാനൊരു ഫുഡിയാണ്, പക്ഷേ ഞാൻ ഒത്തിരി കഴിച്ചങ്ങ് ഇതാക്കാറില്ല. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യും, അങ്ങനെ കഴിക്കും. എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം ഞാൻ രണ്ടാമത് കഴിക്കും, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇത് അവർ തന്നെ നമുക്ക് തന്നൊരു കേക്കിൻ്റെ ഒരു കുഞ്ഞ് കേക്കാണ്. അത് അവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നൊരു കേക്ക് കട്ടിങ്ങാണ്. നമ്മളിട്ട് ഓൾറെഡി ഞങ്ങൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ടേബിള്. അപ്പോൾ അവരത് നമുക്ക് ഒരു ചെറിയ കേക്ക് ഇങ്ങനെ ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ ഇത് ഈ 2 പേരും കൂടിയാണ് എപ്പോഴും കേക്ക് കട്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഇത് 2 പേരും കൂടി കട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോളിതേ തലയൊക്കെ എവിടെ കൊണ്ട് മുട്ടിച്ചിട്ട് അവിടെ കരയുവാണ്. ആൾ നല്ല അലമ്പായിരുന്നു. പിന്നെ അടങ്ങിയിരിക്കത്തേ ഇല്ല ആൾ. ആ പ്രായമാണല്ലോ, ഇപ്പോൾ ഒരു 1.5 വയസ്സാകുന്നില്ല. അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ മോൻ്റെ കേക്ക് കട്ട് ചെയ്യുവാണ് 2 പേരും കൂടി. അവർ തന്നെ വന്ന് നമുക്ക് ഈ ക്യാൻഡിലൊക്കെ കത്തിച്ച് തന്നു. നല്ലൊരു ദിവസമായിരുന്നു അത്. നമുക്കൊരു വൈബാണ് അവിടെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ. അവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളായിരുന്നു അവിടുത്തെ ലാസ്റ്റ് കസ്റ്റമേഴ്സ് എന്ന് തോന്നുന്നു. ഇതേ 2 പേരും കൂടെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ പണ്ട് ഭയങ്കര അടിയായിരുന്നു കുഞ്ഞിലെ, ഒരേ ഏജ് ആയതുകൊണ്ട്. പക്ഷേ ഇപ്പം ഭയങ്കര സ്നേഹമാണ്. കണ്ടാൽ പിന്നെ പിരിയാനേ പറ്റാത്ത വിഷമവുമാണ്. ഇത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കളിക്കുവാണ് കേക്കിൽ. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗായിരുന്നു, ഇതൊരു മിനി വ്ളോഗ്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു ഈ കേക്ക് കട്ട് ചെയ്തത്. ഓൾറെഡി വീട്ടിൽ നിന്ന് ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ സ്കൂളിലത്തേക്ക് കുറച്ച് ഗിഫ്റ്റും ബർത്ത്ഡേ റിട്ടേൺ ഗിഫ്റ്റ് പോലെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ഫങ്ഷനായിരുന്നു 5th ബർത്ത്ഡേ. അപ്പോൾ ഇനി അടുത്ത ബർത്ത്ഡേക്ക് ആൾ എന്തെങ്കിലും ഒരു തീം പറയുമായിരിക്കും. എല്ലാ വർഷവും ഇങ്ങനെ പറയും. അവന് ഏറ്റവും ഇഷ്ടം സ്പൈഡർമാനാണ്. പക്ഷേ അത് എല്ലാ വർഷവും സ്പൈഡർമാൻ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ വർഷം ഞാൻ ഈ ഒരു വൈൽഡ് തീം വെച്ചതാണ്. ഞാനാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.